ഇന്ന് ശബരിമല തിരുവുത്സവം 4ാം ദിവസമാണ്. ഉത്സവബലി, പടിപൂജ, മുളപൂജ, ശ്രീഭൂതബലി എന്നിവയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ. രാവിലെ 10:30-ക്ക് ശേഷം ഉത്സവബലി തുടങ്ങും. തിരക്ക് കുറവായതിനാൽ ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. 11-ാം തീയതി പമ്പയിൽ ആറാട്ടോടെയാണ് ഉത്സവം സമാപിക്കുക. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ, തുടരെ 18 ദിവസങ്ങൾ നട തുറന്നിരിക്കുന്നു. മാത്രമല്ല വിഷു വരാനിരിക്കുന്നു. ഉത്സവത്തിൻ്റെ സമാപനം ഉണ്ടാകും. സ്വാഭാവികമായും ആ ദിവസങ്ങളിലേക്ക് തിരക്ക് കൂടും എന്നുള്ളത് കൊണ്ടാകാം ഇപ്പോൾ അധികം തിരക്കില്ലാത്തത്. ഇന്നെന്തൊക്കെ ചടങ്ങുകൾ? കൃഷ്ണരാജ, നട തുറന്ന ആദ്യ ദിവസങ്ങളിൽ ഭക്തർ കൂടുതലായി എത്തുന്നത് ഇന്നാണ്. വാരാന്ത്യമാണ്. ഭക്തർ കൂടുതലായി എത്തുന്നുണ്ട്. ശനിയും ഞായറും ഇന്നും നാളെയും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ സൂചനകൾ രാവിലെ മുതൽ കാണുന്നുണ്ട്. ശരാശരിക്കടുത്ത് ഭക്തജനങ്ങൾ രാവിലെ ദർശനത്തിന് എത്തുന്നുണ്ട്. രാവിലെ 10:30-ക്ക് ഉച്ചപൂജ നേരത്തെ പൂർത്തിയാക്കി 11:30യോടുകൂടി ഉത്സവബലി ചടങ്ങുകൾ തുടങ്ങും. ഏകദേശം 3 മണിക്കൂറോളം ഉത്സവബലി ചടങ്ങുകൾ ഉണ്ട്. അതിനുശേഷം 2 മണിയോടെയാണ് ഉത്സവബലി ദർശനമുള്ളത്. ഉത്സവബലി ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടാവുകയില്ല. ഈ സമയത്ത് എത്തുന്ന ഭക്തജനങ്ങളെ നടപ്പന്തലിലും ഫ്ലൈ ഓവറിലും ഒക്കെ ആയിട്ട് മാറ്റും. അവിടെ കാത്തു നിൽക്കേണ്ടി വരും. അത് പിന്നീട് വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് 6:30-ക്ക് ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജയുണ്ട്. പടിപൂജയുടെ സമയത്ത് ദർശനം ഉണ്ടാവുകയില്ല. ഏകദേശം 1 മണിക്കൂർ. പിന്നീട് രാത്രി ശ്രീഭൂതബലി 1 മണിക്കൂറോളമുണ്ട്. ആ സമയത്തും ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഉത്സവ ചടങ്ങുകൾക്ക് പ്രധാനമായും കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഈ ഉത്സവ സമയത്ത് ഭക്തജനങ്ങൾ ധാരാളമായി അങ്ങനെ എത്താത്തത്. മുൻ വർഷങ്ങളിലും സമാനമായ സാഹചര്യമായിരുന്നു. പക്ഷേ 10-ാം തീയതിക്ക് ശേഷം വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തും. വിഷുദിനത്തിലാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം കഴിഞ്ഞാൽ സന്നിധാനത്തേക്ക് എത്തുന്നത്. വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിലുമാണ്. വിഷുക്കണി ദർശനത്തിനുമൊക്കെ ആയിട്ട് ധാരാളം ഭക്തജനങ്ങൾ എത്തുകയും ചെയ്യും. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ഭക്തജനങ്ങൾ കൂടുതൽ എത്തുക ഈ 18 ദിവസങ്ങളിൽ വിഷുവിനോടനുബന്ധിച്ച ദിവസം, അത് 10-ാം തീയതിക്ക് ശേഷമുള്ള ദിവസങ്ങളിലായിരിക്കും. ആ ദിവസവുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ, കൂടുതൽ ഭക്തജനങ്ങളെ ഉൾക്കൊള്ളുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ഇന്ന് ശരാശരിക്കടുത്ത് ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തുന്നു. പക്ഷേ ശബരിമല സന്നിധാനത്തെ ഭക്തജന തിരക്ക് കണക്കിലെടുക്കുമ്പോൾ ഇന്നും ഭക്തജന തിരക്ക് അങ്ങനെ വലിയ രീതിയിലേക്ക് ഉയർന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ശരാശരിക്ക് അടുത്ത് അല്ലെങ്കിൽ ശരാശരിക്ക് താഴെ ഭക്തജന തിരക്കാണ് ഇന്ന് വാരാന്ത്യമായ ശനിയാഴ്ചയും സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. സാവധാനം തന്നെ 18-ാം പടി കയറുന്നതിനുള്ള സാഹചര്യമൊക്കെ ഇന്നുമുണ്ട്. കഴിഞ്ഞ 4 ദിവസങ്ങളിലും നമ്മൾ സന്നിധാനത്ത് നിന്നും കണ്ടതാണ്. വളരെ സാവധാനം തൊട്ട് തൊഴുത് 18-ാം പടി കയറി കൊടിമര ചുവട്ടിലേക്ക് എത്തി ബലിക്കൽ പുര വഴി നേരെ ശ്രീകോവിലിൻ്റെ മുന്നിലെത്തി കൂടുതൽ സമയം, പരമാവധി സമയം അയ്യപ്പസ്വാമിയെ ദർശിച്ച് നിർവൃതി നേടുന്ന ഭക്തജനങ്ങളെയായിരുന്നു കഴിഞ്ഞ 4 ദിവസമായി നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ സമാനമായ സാഹചര്യമാണ്. പക്ഷേ നേരിയ വർധനവ് ഉണ്ട് എന്ന് മാത്രം ഭക്തജന തിരക്കിൽ. ഇനി വരുന്ന ദിവസങ്ങളിൽ, നാളെ ഞായറാഴ്ചയാണ്, നാളെയും കൂടുതൽ ഭക്തജനങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ വലിയ രീതിയിൽ ക്രമാനുഗതമായി ഭക്തജന തിരക്ക് ഉയരുന്നത് 10-ാം തീയതിക്ക് ശേഷം, ഏപ്രിൽ 10-ന് ശേഷം ആറാട്ടിനോടൊക്കെ അടുക്കുന്ന ദിവസങ്ങൾ, പള്ളിവേട്ട ദിവസം മുതലുള്ള ദിവസങ്ങളിലായിരിക്കും. വിഷുവിനോടനുബന്ധിച്ച ദിവസങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ 5-ാം ഉത്സവ ദിനത്തിൽ വിളക്കെഴുന്നള്ളിപ്പുണ്ട്. രാത്രി ശ്രീഭൂതബലിക്ക് ശേഷമാണ് വിളക്കെഴുന്നള്ളിപ്പ് ചടങ്ങ് തുടങ്ങുന്നത്. ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട ഭക്തരെയും തിരുനടവഴി ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയാണോ അതോ ഫ്ലൈ ഓവർ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? കൃഷ്ണരാജ്, ഫ്ലൈ ഓവർ ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യം ഇപ്പോഴില്ല. ഫ്ലൈ ഓവർ ഉപയോഗപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും ഈ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടാവുകയില്ല. അപ്പോൾ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെ ഫ്ലൈ ഓവറിലേക്കും നടപ്പന്തലിലേക്കും മാറ്റും. അവിടെയാണ് ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്നത്. ആ സമയം, ചടങ്ങുകൾ പൂർത്തിയാക്കുന്ന സമയം ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ട് ദർശന സൗകര്യം ഒരുക്കും. അല്ലാത്ത സമയത്ത് നേരെ ഭക്തജനങ്ങളെ കൊടിമരച്ചുവട്ടിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളെ, 18-ാം പടി കയറുന്ന ഭക്തജനങ്ങളെ ഇപ്പോൾ ഈ കൊടിമരച്ചുവട്ടിൽ നിന്നും ബലിക്കൽ പുര വഴി നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നേരെ കയറ്റിവിടുകയാണ്. അവർക്ക് പരമാവധി സമയം അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിനുള്ള സൗകര്യം ഈ ബലിക്കൽ പുരയിൽ നിന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യം, ആ ദിവ്യ രൂപം കാണാൻ ഭക്തജനങ്ങൾക്ക് അവസരമുണ്ടാകും. പിന്നീട് ഏകദേശം തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ 20-30 സെക്കൻഡ് വരെ അയ്യപ്പസ്വാമിയെ ദർശിക്കാം. തിരക്ക് ഒഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ അതിൽ കൂടുതൽ സമയം, പരമാവധി 30 സെക്കൻഡ് വരെ പറയുമ്പോൾ അതിൽ കൂടുതൽ സമയം അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിനുള്ള സൗകര്യവും ഇങ്ങനെ നേരെ ബലിക്കൽ പുര വഴി
കടന്നു പോകുമ്പോൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഭക്തജനങ്ങൾക്ക് സാധ്യമാകും. അതേ രീതിയിലുള്ള ദർശന ക്രമീകരണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇനി തിരക്ക് കൂടുന്ന സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ, കൂടുതൽ തിരക്ക് വരികയാണെങ്കിൽ ഫ്ലൈ ഓവറുകൾ ഉപയോഗിക്കും. പരമാവധി വളരെ വേഗത്തിൽ തന്നെ 2 മിനിറ്റ് കൊണ്ട് ഫ്ലൈ ഓവറിലേക്ക് തിരക്ക് കൂടുന്ന സാഹചര്യങ്ങളിൽ ഭക്തജനങ്ങളെ മാറ്റും എന്നാണ് ദേവസ്വം ബോർഡ് ക്രമീകരിച്ചിരിക്കുന്നത്. 50,000-ൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന ദിവസങ്ങളിലൊക്കെ ഭക്തജന തിരക്ക് സന്നിധാനത്ത് കൂടുതലാണ് എന്ന് മനസ്സിലാക്കുന്ന വിലയിരുത്തപ്പെടുന്നുണ്ടാകുന്ന സമയത്ത് 2 മിനിറ്റ് കൊണ്ട് ഭക്തജനങ്ങളെ മുഴുവൻ ഫ്ലൈ ഓവറിലേക്ക് മാറ്റും. തിരക്ക് നിയന്ത്രണ വിധേയമാക്കും. ഫ്ലൈ ഓവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി ദർശന ക്രമീകരണം നടത്തും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ, ഈ 4 ദിവസങ്ങളിൽ ഫ്ലൈ ഓവർ അങ്ങനെ കൂടുതലായി ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നില്ല. തിരക്ക് കുറവാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ഫ്ലൈ ഓവറിലേക്ക് ഭക്തജനങ്ങളെ മാറ്റും. അവിടെ ഭക്തജനങ്ങൾ കാത്തു നിൽക്കും. അതിനുശേഷം ഫ്ലൈ ഓവറിലൂടെ ദർശന ക്രമീകരണം നടത്തും. ഫ്ലൈ ഓവറിലും നടപ്പന്തലിലുമായിട്ട് രാവിലെയും വൈകിട്ടും ഭക്തജനങ്ങളെ മാറ്റുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഉത്സവബലി ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ഏകദേശം 3 മണിക്കൂർ സമയത്ത് ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടാവുകയില്ല. പടിപൂജ സമയത്ത് വൈകിട്ട് 1 മണിക്കൂറോളം ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടാവുകയില്ല. ശ്രീഭൂതബലി രാത്രി നടക്കുന്ന സമയത്ത് ഭക്തജനങ്ങൾക്ക് ദർശനം ഉണ്ടാവുകയില്ല. ഇങ്ങനെ ചടങ്ങുകൾക്ക്, ഉത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് കൂടുതൽ പ്രാധാന്യം ഈ ദിവസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഉത്സവത്തിന്റെ ആദ്യ നാളുകളിൽ ഭക്തജന തിരക്ക് അനുഭവപ്പെടാത്തത്. ദർശന ക്രമീകരണത്തിൽ മാറ്റമുണ്ട്. മുഴുവൻ സമയം ഭക്തജനങ്ങൾക്ക് ദർശന സൗകര്യമില്ല, കാത്തു നിൽക്കേണ്ടി വരും. രാവിലെ 10 മണിക്ക് മുൻപായിട്ട് എത്തുന്ന ഭക്തജനങ്ങൾ കാണാം കൂടുതൽ സുഗമമായ ദർശനം, അങ്ങനെ കാത്തു നിൽക്കാതെ പെട്ടെന്നുള്ള ദർശനം സാധ്യമാകുന്നത് രാവിലെ നട തുറക്കുമ്പോൾ 5 മണി മുതൽ രാവിലെ 10 മണി മുതൽ വരെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്നുണ്ട്. കാത്തു നിൽക്കേണ്ട സാഹചര്യമില്ല. പക്ഷേ 10:30-ക്ക് ശേഷം ഉത്സവബലിയോടനുബന്ധിച്ച് ഉച്ചപൂജ നേരത്തെ നടത്തും. പിന്നീട് ഉത്സവബലി. ഈ സമയത്തൊന്നും ദർശനം ഉണ്ടാവുകയില്ല. വൈകിട്ടും സമാനമായ സാഹചര്യമാണ്. ദീപാരാധന വരെയുള്ള, വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് 6:30-ക്ക് ദീപാരാധന വരെയുള്ള സമയത്തെത്തുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം. പിന്നീട് പടിപൂജയ്ക്ക് വേണ്ടി 1 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വരും. വൈകിട്ട് ശ്രീഭൂതബലിയുടെ സമയത്തും 1 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വരും. പിന്നീട് ഹരിവരാസനം രാത്രി 10 മണിക്ക് പടി നടയടയ്ക്കും. ഹരിവരാസന സമയത്താണ് പിന്നീട് കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് സൗകര്യമുണ്ടാവുക. അപ്പോൾ ദർശനം ലഭിക്കാത്ത ഭക്തജനങ്ങൾ വീണ്ടും പുലർച്ചെ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടിയും വരും. ഇനിയും നാളെ വിളക്കെഴുന്നള്ളിപ്പ് തുടങ്ങും. പ്രധാനപ്പെട്ട ചടങ്ങാണ്. അതിനുശേഷം 9-ാം തീയതിയാണ് പിന്നീട് പ്രധാനപ്പെട്ട ചടങ്ങായ പള്ളിവേട്ട നടക്കുന്നത്. 10-ാം തീയതിയാണ് പള്ളിവേട്ട ചടങ്ങ് നടക്കുന്നത്. 10-ാം തീയതി രാത്രി 9 മണിക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് ശരംകുത്തിയിലേക്ക് നടക്കും. ശരംകുത്തിയിൽ പള്ളിവേട്ട കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ തിരികെ എഴുന്നള്ളി ശ്രീകോവിലിന് സമീപത്തുള്ള പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന പഴുക്ക മണ്ഡപത്തിലാണ് അന്ന് രാത്രി ഭഗവാൻ പള്ളിയുറങ്ങുന്നത്. പിറ്റേന്ന് രാവിലെ ആറാട്ട് ദിവസം ശ്രീകോവിലേക്ക് എഴുന്നള്ളി ശ്രീകോവിലിൽ പൂജകൾ പൂർത്തിയാക്കി 11-ാം തീയതി ആറാട്ട് ദിവസം രാവിലെ ഉഷപൂജയും ആറാട്ട് ബലിയും പൂർത്തീകരിച്ച് 9 മണിയോടുകൂടി പമ്പയിലേക്ക് ആറാട്ട് ഘോഷയാത്ര പുറപ്പെടും. രാവിലെ 11 മണിക്ക് പമ്പയിൽ ആറാട്ട് നടക്കും. അയ്യപ്പ ഭഗവാന്റെ ആറാട്ട് കാണുന്നതിനും ദർശിക്കുന്നതിനുമൊക്കെയായി ഒട്ടനവധി ഭക്തജനങ്ങളായിരിക്കും പമ്പയിൽ കാത്തു നിൽക്കുക. രാവിലെ 11 മണിക്കാണ് അയ്യപ്പ ഭഗവാന്റെ തിരു ആറാട്ട് പമ്പയിൽ നടക്കുന്നത്. പിന്നീട് വൈകിട്ട് 4 മണിവരെ അയ്യപ്പ ഭഗവാനെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചിരുത്തും. അവിടെ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടാകും. വൈകിട്ട് 4 മണിയോടുകൂടി ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെടും. വൈകിട്ട് ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തുമ്പോൾ കൊടിയിറങ്ങും. ഉത്സവം സമാപനമാകും. 10 ദിവസത്തെ അയ്യപ്പ സ്വാമിയുടെ പൈങ്കിനി ഉത്രം ഉത്സവത്തിന് ഏപ്രിൽ 11-ാം തീയതി ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തുന്ന സമയം കൊടിയിറങ്ങും. 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. വിഷുപൂജകൾ തുടരുന്നതിനാൽ 12-ാം തീയതി പുലർച്ചെ നട തുറക്കും. 14-ാം തീയതി പുലർച്ചെ 4 മണി മുതലാണ് വിഷുക്കണി ദർശനം. 18-ാം തീയതി വിഷു മേടമാസ പൂജകളെല്ലാം പൂർത്തിയാക്കി നടയടയ്ക്കും. അങ്ങനെ 18 ദിവസത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം കഴിഞ്ഞാൽ ഒരു മിനി തീർത്ഥാടന കാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ 18 ദിവസം തുടർച്ചയായി നട തുറന്നിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് സന്നിധാനം കടന്നു പോകുന്നത്. ധന്യമാണ് സന്നിധാനം. പടിപൂജയുമൊക്കെ തൊഴുന്നതിന് വേണ്ടി ഒട്ടനവധി ഭക്തജനങ്ങളാണ് ശരണം വിളികളോടെ ശരണമന്ത്ര മുഖരിതമായിട്ട് വൈകിട്ട് 18-ാം പടിക്ക് താഴെ കാത്തു നിൽക്കുന്നത്. ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കാണുന്നത്. ഒപ്പം ഉത്സവബലി ദർശനത്തിനായാലും മണിക്കൂറുകൾ കാത്തുനിന്ന് നേരിട്ട് ഭഗവാനെ ദർശിക്കുന്നതിനുള്ള ക്രമീകരണം ആ സമയത്തില്ലാത്തത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് 18-ാം പടി കയറി ഭക്തജനങ്ങൾ ഉത്സവബലി ദർശിക്കുന്നതിന് വേണ്ടി എത്തുന്നു. വൈകിട്ട് പടിപൂജയുടെ സമയത്തും മന്ത്രമുഖരിതമായിട്ട് ഭക്തജനങ്ങൾ പടിപൂജ തൊഴുന്നതിന് വേണ്ടി ശബരിമലയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ചടങ്ങ്
ദർശിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നു. വൈകിട്ട് ശ്രീഭൂതബലിയുടെ സമയത്തും ഭക്തജനങ്ങൾ ഭക്തിപൂർവ്വം കാത്തുനിന്ന് ചടങ്ങുകൾ ദർശിക്കുന്നു. അങ്ങനെ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ശരണമന്ത്രം മുഖരിതമായി അയ്യപ്പസ്വാമിയെ ഓരോ ഭക്തജനങ്ങളും മനസ്സിലും ശരീരത്തിലും ആവാഹിച്ച് തൊഴുത് നിർവൃതി നേടുന്ന ദിവസങ്ങളാണ്. ഏറ്റവും നിർവൃതി പുണ്യകരമായിട്ടുള്ള ശബരിമല ഭഗവാന്റെ അയ്യപ്പ ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ തിരുവുത്സവ ചടങ്ങുകളിലൂടെ ധന്യത നേടിക്കൊണ്ടാണ് ഈ ദിവസങ്ങളെല്ലാം സന്നിധാനത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 4-ാം ദിവസമാണ്. ഇന്ന് വിവിധ പൂജകൾ ചടങ്ങുകൾ നടക്കും. രാവിലെ 10:30-ക്ക് ശേഷം ഉത്സവ ബലി തുടങ്ങും. തിരക്ക് കുറവാണ്. വിഷു വരാനിരിക്കുന്നു. ഉത്സവത്തിൻ്റെ സമാപന സമയം. ആ സമയത്തൊക്കെ വലിയ തിരക്കുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി.